ദീപക്, ഇപ്പോൾ 2 മരണം എന്നാണോ സ്ഥിരീകരിക്കുന്നത്? ബിനിൽ, ഇപ്പോൾ ഇത് ഔദ്യോഗികമായി തന്നെ ഫയർ ഓഫീസർ സ്ഥിരീകരിച്ച് നൽകുന്ന വിവരമാണ്. അതായത് ആനക്കാംപൊയിൽ സ്വദേശി ത്രേസ്യാമ്മ മാത്യു 75 വയസ്സ്, ഒപ്പം തന്നെ മറ്റൊന്ന് കമല എന്നു പേരുള്ള ആളാണ്. കണ്ടപ്പൻചാൽ സ്വദേശിനിയാണ് കമല, 65 വയസ്സ്. ഇങ്ങനെ 2 മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കമലയുടെ മൃതദേഹം ഇതിനോടകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ദാരുണമായ ഒരു അപകടം, അതിൽ 2 മരണം എന്നുള്ളത് ഔദ്യോഗികമായി ഈ ഒരു ഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ച് അവരുടെ പരിശോധനകളൊക്കെ വിവിധ ആശുപത്രികളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തിരുവമ്പാടിയിലെ ലിസ ആശുപത്രിയിലും, ഒപ്പം തന്നെ ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലും ഉൾപ്പെടെ ആളുകളെ ഇതിനോടകം പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 8 പേരാണ് ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുള്ളത്. അതിൽ തന്നെ ചിലർക്ക് പരുക്കൽപ്പം ഗുരുതരമായി ഉണ്ട് എന്നുള്ള വിവരവും കൂടി ലഭിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പരിശോധനകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. ലിസ ആശുപത്രിയിൽ നേരത്തെ സിനോജ് സൂചിപ്പിച്ചതുപോലെ അവിടെയും ഈ പരുക്കേറ്റ് എത്തിയിരിക്കുന്ന ആളുകൾക്ക് പ്രാഥമിക ചികിത്സ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ അപകട സ്ഥലത്ത് നിന്ന് വാഹനം ഏറെക്കുറെ ഇതിനോടകം തന്നെ കരയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പം ഭാഗം മാത്രം ജലത്തിലേക്ക് തട്ടി നിൽക്കുന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ ബസ് ഉള്ളത്. അവിടെ ഇനി അപകടത്തിൽപ്പെട്ട ആരും അവശേഷിക്കുന്നില്ല എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് പറയാൻ സാധിക്കുക. പക്ഷേ 2 സ്ത്രീകളുടെ മരണം ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്നുള്ള ദാരുണമായ ദുഃഖകരമായ സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ബിനിൽ. ഓക്കെ ദീപക്, കണ്ടപ്പൻചാൽ സ്വദേശി കമല 65 വയസ്സ്, ഒപ്പം തന്നെ ആനക്കാംപൊയിൽ സ്വദേശിയായിട്ടുള്ള ത്രേസ്യാമ്മ മാത്യു 75 വയസ്സ് എന്നീ 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2 സ്ത്രീകളാണ് മരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മരണം പേരുവിവരങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇവരുടെ മൃതദേഹങ്ങൾ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. തിരുവമ്പാടി കാളിയംപുഴയിൽ ബസ് കൈവരിയിൽ ഇടിച്ച് മറിഞ്ഞ് നിയന്ത്രണം വിട്ട് ഇറക്കമിറങ്ങി വന്ന ബസ് കൈവരിയിൽ ഇടിച്ച് മറിഞ്ഞാണ് ഇപ്പോൾ 2 മരണം ഉണ്ടായിരിക്കുന്നത്. ദാരുണമായ അപകടമാണ്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതീവ ഗുരുതരമായ അവസ്ഥയിലുള്ള ഒരു വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റുള്ളവർ കോഴിക്കോട് ഈ അപകടം നടന്നിട്ടുള്ള മലയോര മേഖലയായിട്ടുള്ള തിരുവമ്പാടി, മുക്കം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്.